ഹലോ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളാരും എന്നെ മറന്നൊന്നും പോയിട്ടുണ്ടാവില്ല. ഇന്നതേ കടയിലേക്ക് കുറേ സാധനങ്ങൾ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് വന്നതാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ. ഇതിൽ ആ ഒരു ബ്രൗണി ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമുള്ള സാധനമൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ താഴത്തെ ഒരു ഓയിൽമെൻറ്റ് എന്തോ ഉണ്ട്, അതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസാണ് കിട്ടിയത്. അതായത് കുളമ്പ് പൗഡർ, പിന്നെന്താ കൊറിയൻ മസാല. ഇത് ഞാൻ ഇതിലൊക്കെ യൂസ് ചെയ്തു കേട്ടോ, നമ്മുടെ സാലഡ്സിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊന്നും ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. ബ്ലീച്ച് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞ് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നിങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഇന്നലെ രാത്രി വന്നതായിരുന്നു കേട്ടോ ഈ ഐറ്റംസൊക്കെ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. സെപ്റ്റോയിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട്. ദാനം കിട്ടിയ പശുവിന് പല്ലുണ്ടോ നോക്കരുതല്ലോ. അപ്പോൾ എന്തായാലും ആ റോളോണും ഇതൊക്കെ എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രം മിൽക്ക് ഷേക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആളിത് കുടിക്കുന്നത്. എന്നാൽ നമുക്കത് കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. ചാസ് എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. പക്ഷേ കാണുമ്പോൾ മിൽക്ക് ഷേക്ക് എന്ന് തോന്നും. നമ്മൾ രാജസ്ഥാനിൽ പോയപ്പോഴത്തേക്കിനും ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുടിച്ചപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് മനസ്സിലായത്. പിന്നെ ഇന്ന് 11:30-12 മണിയായപ്പോൾ തന്നെ കടയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ കഴിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഈ ഒരു രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനുമാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ഉണ്ടാക്കിയിട്ട് പോയ ഈ ഒരു അപ്പമാണ് ആദ്യം എടുത്ത് കഴിച്ചത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ച് ഫോൺ നോക്കി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കും. അപ്പോൾ പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ. അപ്പോൾ അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ല റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ബട്ടറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കിയിട്ടുള്ളതായിരുന്നു. അതുപോലെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമാണ് അന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ടപ്പേന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുമെന്ന് വിചാരിക്കുന്നു. ഞാനും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.